ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം വന്നിട്ട് എൻ്റെ റീനു ഫസ്റ്റ് ടൈം സ്കൂളിൽ പോകുന്ന ദിവസമാണ് കേട്ടോ. 3-ാം തീയതി, ഇന്ന് 3-ാം തീയതിയാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല മഴ കേട്ടോ മക്കളെ. ഇത്ര ദിവസം മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നോക്കണു 3-ാം തീയതി ആയിട്ട് നോക്കുമ്പോൾ നല്ല മഴയാണ്. രാത്രിയൊക്കെ ഫുൾ ടൈം മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ നേരത്തെ എണീറ്റു. അപ്പോൾ എൻ്റെ റീനുവിന് ഇന്ന് 9 മണിയാകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തണം സ്കൂളിൽ. അപ്പം ഞാൻ നേരത്തെ എണീറ്റ് വരവേ എൻ്റെ റൂബി ഉണ്ടല്ലോ, റൂബി മക്കളും ഉണ്ട്. ഞാൻ 3 മക്കളെ തൊട്ട വീട്ടിലത്തെ ഒരു ചേച്ചിക്ക് കൊടുത്തു കേട്ടോ. ഇനി 2 കുട്ടികളേ ഉള്ളൂ. ഇതിനെയും കൊടുക്കണം. എനിക്ക് ഒക്കെപ്പാട് നോക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ റൂബിയുടെ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്ത് അവരുടെയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പല്ല് തേക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് പാലൊക്കെ കാച്ചി ചോറൊന്നും വെച്ചില്ല. ഇത് ദോശയാണ് കേട്ടോ. ദോശ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുടാനുള്ള പ്ലാനിൽ ഞാൻ പാലൊക്കെ കാച്ചിട്ട് വെക്കുമ്പോഴത്തേന് എൻ്റെ റീനു എണീറ്റ് വന്നു കേട്ടോ. എണീറ്റ് വന്ന് എൻ്റെ മോന് അവനക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. ഇത് കെട്ടിട്ടോ. അപ്പോൾ അതിന് രാവിലെ തന്നെ എണീറ്റ് കൊണ്ടുവന്നിട്ട് അതിന് കളിക്കണം പറഞ്ഞിട്ട്, അത് ആണെങ്കിൽ ഓട്ടി നോക്കാൻ അവനക്ക് ഭയങ്കര പേടിയിട്ട് അതൊന്നും നല്ല സ്പീഡാണ് കേട്ടോ. നല്ല അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ലഞ്ചൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് സ്നാക്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങളും ഒരു ഉച്ച വരെ ഞങ്ങൾ പാരൻസും കുട്ടികളും ഇരിക്കണം. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരാമെന്നാണ് കേട്ടോ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ബിസ്ക്കറ്റും വെള്ളവും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അങ്ങനെ അവനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനക്ക് യൂണിഫോം തെച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് സ്പെഷ്യൽ യൂണിഫോമാണ്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച സ്പെഷ്യൽ യൂണിഫോമാണ് കേട്ടോ അവർക്ക്. അപ്പോൾ അന്ന് യൂണിഫോം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ യൂണിഫോം ഇട്ട് കൊടുത്ത് അറിഞ്ഞുള്ളൂ. അപ്പോഴത്തേനും മുഖമൊക്കെ മാറിയിട്ട് എൻ്റെ റീനുവിൻ്റെ. അപ്പോൾ ആകെ സാഡായി. അവന് പിണങ്ങി കിടക്കാൻ തുടങ്ങിയിട്ടോ. ഇപ്പം തന്നെ പിണങ്ങലൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ പഠിച്ചവനെ എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഷൂ ഇട്ടുകൊടുത്ത് പറ്റിയിട്ടില്ല മൂപ്പർക്ക് കേട്ടോ. 2 ഷൂ ഉണ്ട്. അപ്പോൾ ഒരു ഷൂ ഇട്ടുകൊടുത്തപ്പോൾ അത് ഇഷ്ടമായില്ല. അപ്പോൾ വേറെ ഷൂ ഇട്ടുകൊടുത്തപ്പോൾ അതും ഇഷ്ടമായില്ല. അപ്പോൾ സ്കൂളിൽ ഷൂ ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക മക്കളെ. അവനക്കത് പറ്റിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് അതൊക്കെ അഴിച്ച് വെച്ചിട്ട് പിണങ്ങി കിടക്കണം. എനിക്കൊന്നും വേണ്ട, ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കേണ്ട. പിന്നെ എങ്ങനെയൊക്കെ അവൻ്റെ താത്ത വന്നിട്ട് എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് ഷൂ ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു ഫോട്ടോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഫോട്ടോസ് എടുക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ എൻ്റെ റീനുവിന്. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഫോട്ടോ ഒക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, തൊട്ട വീട്ടിലത്തെ കുട്ടിയാണ് കേട്ടോ. അവനും അതേ സ്കൂളിലാണ് കേട്ടോ ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എൻ്റെ റീനുവിന്. അപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് തന്നു കേട്ടോ അവന്. അതുവരെ നിന്ന് തന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ തറവാട്ടിലേക്ക് എത്തി എൻ്റെ വല്യമ്മേനോട് സലാമൊക്കെ പറഞ്ഞ് ഞാൻ സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാനും എൻ്റെ ഉപ്പയും ഇവനും കൂടെ ഉണ്ടാ പോയത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളിൽ പോകുന്ന സമയത്ത് മഴയുണ്ട്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ സ്കൂളിൽ ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സമാധാനം. അപ്പോൾ എൻ്റെ വണ്ടി വന്നിട്ട് വർക്ക്ഷോപ്പിലാണ് കേട്ടോ. ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നേരാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഉപ്പയും കൂടെയാണ് കേട്ടോ കൊണ്ടുവിടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ബൈക്കിൽ സ്കൂളിലേക്ക് പുറപ്പെട്ടു കേട്ടോ. എനിക്കിപ്പോൾ സംസാരിക്കാൻ ഒരു ശ്വാസം മുട്ടൽ പോലെ, എനിക്ക് ചുമയൊക്കെ ആയതുകൊണ്ട് ഈ സംസാരിക്കാൻ പറ്റുന്നില്ല. അതാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റെക്കാവണത്. അങ്ങനെ ഞങ്ങളിത് സ്കൂളെത്തിയിട്ട് അസീസി സ്കൂളാണ് കേട്ടോ കഞ്ചിക്കോട്ടത്തെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാ പാരൻസും കുട്ടികളും ഒക്കെ വന്നിരിക്കുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല നല്ല ഹാപ്പിയിലാണ് കേട്ടോ എല്ലാ കുട്ടികളും. എന്താ പാരൻസ് ഉണ്ടല്ലോ കൂടെ. അതുകൊണ്ട് നമ്മൾ ആദ്യമൊക്കെ പണ്ടൊക്കെ അങ്ങനെ കുട്ടികൾ കരയായിരുന്നില്ല. ഇപ്പോൾ ഒന്നും കുട്ടികളൊന്നും അങ്ങനെ കരയുന്നില്ല കേട്ടോ ഇപ്രാവശ്യം കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങളിതാ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ അല്ലേ ഇന്ന്. അപ്പോൾ കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരിനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെ കിരീടം പോലെയൊക്കെ അങ്ങനെ വെച്ച് കൊടുത്ത് കുട്ടികളിലൊക്കെ വെൽക്കം ചെയ്ത് അങ്ങനെ ഒരു ഹാളിൽ എല്ലാ പാരൻസും കുട്ടികളും ഒക്കെ പാടെ ഇരുന്ന് സിസ്റ്റർമാരും ടീച്ചേഴ്സ്മാരും എല്ലാം വന്ന് അവരുടെ പ്രസംഗം എല്ലാം കഴിഞ്ഞ് പിന്നെ ഡാൻസ് പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ കുട്ടികൾക്ക് 3 ഡിവിഷനായിട്ട് ABC എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ റീനു വന്നിട്ട് Bയിലാണ് കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളെയും ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ